ഇഫ്താറിലേക്കൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ എങ്ങനെ പലഹാരങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാവൂലേ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവുക. അങ്ങനെ പെട്ടെന്ന് തന്നെ പണി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മുടെ സവാള നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇത് നല്ല രീതിയിൽ ഒന്നും കൂടെ സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ ഒരു 5 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇടയിലായിട്ട് ഞാൻ ഇവിടെ തുറന്നൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ സവാളയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടിയും, ഗരം മസാലയും, കുറച്ച് ചിക്കൻ മസാലയും, കുരുമുളക് പൊടിയാണ് ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ ഒരു പച്ചക്കുത്തലൊക്കെ ഒന്ന് പോയി കിട്ടുന്ന വരെ ഇളക്കിയെടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ചിക്കനും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിതപ്പോൾ അവിടെ വലിയൊരു മൈദപ്പത്തിരി പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഇതുപോലെ നമ്മുടെ സമൂസ മേക്കറിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ അവിടെ ഈ ഒരു സമൂസ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രൈസിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഇവിടെ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാധാരണക്കാർക്ക് പോലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു റേറ്റിലാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ 400-500 രൂപ കൊടുത്തിട്ട് ഈ ഒരു സമൂസ മേക്കർ വാങ്ങാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഇത്. വെറും 95 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു ഐറ്റം ഇവിടെ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് 24 സമൂസ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അപ്പോൾ അതാ മുകളിലായിട്ട് ഞാൻ വേറൊരു പത്തിരിയും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ മുകളിലൂടെ ഒന്നുകൂടെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. സൈഡ് ഭാഗമൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പീസൊക്കെ നല്ല രീതിയിൽ തന്നെ വേർപ്പെട്ട് കിട്ടും. അത് വീണ്ടും പരത്തിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ പരത്തിയെടുക്കുന്ന സമയത്ത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, സൈഡ് ഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ ഒട്ടി കിട്ടുമോ അതോ വിട്ടു പോരുമോ എന്നൊക്കെ ഉള്ളത്, മസാലയൊക്കെ പുറത്തേക്ക് വരുമോ എന്നുള്ളതൊക്കെ കേട്ടോ. പക്ഷേ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഒരു സമയത്ത് ഒട്ടും തന്നെ പുറത്തേക്കൊന്നും വന്നിട്ടില്ല. സൈഡൊക്കെ നല്ല ലോക്കായിട്ട് തന്നെയാണുള്ളത്. പിന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്ന സമയത്ത് മാത്രം കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിന് സൈഡിലേക്കൊന്നും ആവാത്ത ലെവലിൽ സെൻറ്ററിൽ മാത്രമായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് ഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ ഒട്ടി കിട്ടും. അപ്പോൾ അത് രണ്ട് സൈഡും നല്ല ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് സൈഡൊക്കെ നല്ല പോലെ ലോക്കായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. സംഭവം പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. കാരണം നമുക്ക് നോമ്പ് 30 സമൂസ കിട്ടുകയാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ എനിക്ക് ഉണ്ടാക്കിയെടുക്കാനും ഈസിയാണല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സമൂസ മേക്കർ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ മീഷോയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇനി ഇതിപ്പോൾ ദിവസം സമൂസ ഷീറ്റൊക്കെ വാങ്ങിയിട്ട് ഒരുപാട് ക്യാഷ് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് അതുപോലെ 2 മൈദപ്പത്തിരി ഉണ്ടെങ്കിൽ 24 സമൂസ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫില്ലിംഗ് ഒക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സമൂസയൊക്കെ ഇതാ കാണാൻ തന്നെ നല്ല അടിപൊളിയാണ്. ഇനി സാധാരണ നമ്മൾ വീട്ടിലൊക്കെ മൈദപ്പത്തിരി പരത്തി എടുത്ത് സമൂസയൊക്കെ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിലും കറക്റ്റ് ഈ ഒരു ഷേപ്പിലൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇത് അടിപൊളിയാണ് കേട്ടോ.